Welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹീറോ 9 ആണ്. അതായത് ഗോപ്രോയുടെ ലേറ്റസ്റ്റ് ആയ ഒരു ആക്ഷൻ ക്യാമറയാണ് ഗോപ്രോ ഹീറോ 9. അപ്പോൾ അത് അൺബോക്സിങ്ങും റിവ്യൂ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ചെറിയ കമ്പാരിസൺ ഉണ്ട്. ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്ന അതായത് ഇൻസ്റ്റ 360 1R എന്നൊരു പറഞ്ഞ മോഡലാണിത്. ഇതൊരു 360 ക്യാമറയാണ്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് കമ്പാരിസൺ എനിക്ക് ഹീറോ 9ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു കമ്പാരിസൺ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ 360 ക്യാമറ ഈ ഒരു മോഡൽ എടുത്തു, ഹീറോ 9 എടുത്തിട്ടില്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് കമ്പാരിസണും കാണാം. അതുപോലെ തന്നെ ഹീറോ 9ലെ ഫുട്ടേജസ് കാണാം, വീഡിയോ സാമ്പിൾസ് കാണാം, ഫോട്ടോ സാമ്പിൾസ് കാണാം, എല്ലാം കാണാം, സ്പെസിഫിക്കേഷൻസ് കാണാം, ഒരു ക്വിക്ക് അൺബോക്സിങ് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് ഗോപ്രോ ഹീറോ 9ൻ്റെ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ ഈ ഒരു ഗോപ്രോ ഹീറോ 9 എനിക്ക് ഇന്ത്യയിൽ റിലീസാകാൻ മുമ്പേ എനിക്ക് കിട്ടിയിരുന്നു. ഇന്ത്യയിൽ ആക്ച്വലി ആമസോൺ പ്രൈസിങ് വരുന്നത് 41,800 രൂപയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഈ ഒരു ക്യാമറ റിവ്യൂവിന് തന്നത് എൻ്റെ ഫ്രണ്ട് മൂസിയാണ്. ആക്ച്വലി അവർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ മോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ബോക്സിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് 20 മെഗാ പിക്സൽ, അതുപോലെ തന്നെ 5K റെക്കോർഡിംഗ്, അതുപോലെ തന്നെ 10 മീറ്റർ വാട്ടർ പ്രൂഫിങ്ങുമാണ്. ബോക്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 20 മെഗാ പിക്സൽ 5K റെക്കോർഡിംഗ്, അതുപോലെ തന്നെ 1080 പിക്സൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് റെക്കോർഡിംഗ്, 33 ഫീറ്റ് 10 മീറ്ററോളം വാട്ടർ പ്രൂഫ്, വോയിസ് കൺട്രോൾ, സ്ലോ മോഷൻ, അതുപോലെ ഡാറ്റ ഓവർലേസ്, ടൈം റാപ്പ് 3.0 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല സ്പെസിഫിക്കേഷനും ഏതായാലും ഇൻ ഡെപ്തായിട്ട് നമുക്ക് കാണാം. ബോക്സിൽ തന്നെ ഇതിൻ്റെ ക്യാരിങ് കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗോപ്രോ ഹീറോ 9 നമ്മൾ വാങ്ങുമ്പോൾ എക്സ്ട്രാ ക്യാരിങ് കേസ് വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സിപ്പ് പാക്കിംഗ് ആണ് വരുന്നത്. ഏതായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. അതായത് എക്സ്ട്രാ കേസ് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങും ഒത്തിരി എളുപ്പമായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. നമുക്ക് പാക്കിൻ്റെ അകത്തേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ USB കേബിളാണ് കിട്ടുന്നത്. ഒരു ടൈപ്പ് C to A ആണ് കേബിൾ വരുന്നത്. അതിൻ്റെ കൂടെ അഡാപ്റ്റർ ഉള്ളതല്ല, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിന് മുമ്പ് റിവ്യൂ ചെയ്ത ഗോപ്രോ ഹീറോ 7 അതേപോലെ 8നേക്കാൾ അപേക്ഷിച്ച് 30% ഗ്രേറ്റർ ബാറ്ററിയാണ്. അതായത് 1790 mAh ആണ് ഇതിന് വരുന്നത്. പിന്നെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു ഡബിൾ സൈഡ് ടാപ്പുള്ള ഒരു ഹെൽമെറ്റ് മൗണ്ടാണ്. അതായത് ഗോപ്രോ ഹീറോ 9 ഒരു ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഹെൽമെറ്റിന് ഇത് ഘടിപ്പിച്ച് ഗോപ്രോ ഹീറോ 9 വെക്കാവുന്നതാണ്. പിന്നെ കൂടെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രൂ ആണ്. ആൻഡ് ഫൈനലി നമ്മളെ മെയിൻ സാധനം ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനു മുമ്പ് അൺബോക്സ് ചെയ്ത ഹീറോ 7 അതുപോലെ തന്നെ ഹീറോ 8നേക്കാൾ വണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ തിക്നെസ് ആയാലും അതിൻ്റെ ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും എല്ലാം കൂടുതലായിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ മെയിൻ ഡിസ്പ്ലേ വരുന്നത് 2.27 ഇഞ്ചസ് ആണ്. മെയിൻ ഡിസ്പ്ലേ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് അതായത് ലെൻസുള്ള ഭാഗത്ത് മറ്റൊരു ഡിസ്പ്ലേയും കൂടിയുണ്ട്. അതായത് 1.4 ഇഞ്ചസിൻ്റെ ചെറിയ ഒരു റഫറിങ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾ സെൽഫ് വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ വളരെ ഉപകാരപ്രദമായ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു മോഡ് ബട്ടൺ കാണാം. ടോപ്പിലായിട്ട് 9ൻ്റെ ബ്ലാക്ക് ഒരു ബ്രാൻഡിങ്ങും, ടോപ്പ് വശത്തായിട്ടാണ് റെക്കോർഡ് ബട്ടണും അതുപോലെ തന്നെ ക്യാപ്ചർ ബട്ടണും, ഫ്രണ്ടിൽ തന്നെയാണ് സ്പീക്കറും. അതേപോലെ ഈ ഒരു ഡിസ്പ്ലേയെ പറ്റി ഞാൻ കൂടുതൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയുടെ റൈറ്റ് സൈഡിൽ നോക്കാം. റൈറ്റ് സൈഡിൽ വരുന്നത് ഇതിൻ്റെ ബാറ്ററി മൗണ്ടാണ്. അതേപോലെ ബാറ്ററി മൗണ്ടിൽ തന്നെയാണ് USB Type C പോർട്ടും വരുന്നത്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും വരുന്നത്. ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയത് ഈ ഒരു ബാറ്ററി ഡോറിൻ്റെ അകത്ത് തന്നെയാണ് മെമ്മറി കാർഡും അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള USB പോർട്ടും വെച്ചത്. അതായത് നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ USB കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബാറ്ററി ഡോർ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റി USB ഇതിൽ കണക്ട് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യാവുന്നതാണ്. അതായത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾക്കിതൊരു വെബ് ക്യാമറ യൂസ് ചെയ്യാൻ. ആ ഒരു സമയം നമ്മൾക്ക് ഈ ബാറ്ററി ഡോർ നമ്മൾ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമുക്കറിയാം ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. സോ ഓഫ്കോഴ്സ് ആക്ഷൻ ഫുട്ടേജസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെൻസിൻ്റെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. ഗോപ്രോ ഹീറോ 8ൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഗോപ്രോ ഹീറോ 8ൻ്റെ ലെൻസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗോപ്രോ ഹീറോ 9ൽ നമുക്ക് ലെൻസ് ആക്ച്വലി റിമൂവ് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. അതായത് ലെൻസിൻ്റെ മോഡും വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസും ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ഗോപ്രോ 8ൽ നിന്നും 9ലേക്ക് വരുന്ന അപ്ഗ്രേഡേഷൻസ്. അതായത് ക്യാമറ ലെൻസ് റീപ്ലേസിബിൾ ആണ്, ഫ്രണ്ടിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, ബിഗർ ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെയിം നമ്മൾ ഗോപ്രോ ഹീറോ 8ലും 7ലും യൂസ് ചെയ്ത പ്ലേ സ്റ്റോറിൽ നമുക്ക് ഗോപ്രോ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം കിട്ടുന്ന റിസൾട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ ഇൻബിൽറ്റ് മൗണ്ടിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. അതായത് ഈ മൗണ്ടിങ് ബ്രാക്കറ്റ് നമ്മൾ പൊട്ടുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് സ്ക്രൂയിലാണ് നിൽക്കുന്നത്. സോ ഇൻ ബോഡി മൗണ്ടിങ് ആണ് വരുന്നത് ഈ ഗോപ്രോ ഹീറോ 9ൻ്റെ കൂടെ.
അതായത് വാട്ടർ പ്രൂഫിങ്ങിന് നിങ്ങൾ മറ്റൊരു എക്സ്റ്റേണൽ കേസ് കരുതേണ്ട ആവശ്യമില്ല, ബോഡി തന്നെ വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് GoPro Hero 9 കണക്ട് ചെയ്ത് ഇനീഷ്യൽ അപ്ഡേറ്റ് ഒന്ന് കൊടുക്കാം. ഞാൻ ഈ ആപ്പ് ഒത്തിരി യൂസ് ചെയ്യാറില്ല, പക്ഷേ ഈ ആപ്പ് പലർക്കും ഉപകരിക്കാം. അതായത് നിങ്ങളെ ഡാറ്റ ട്രാൻസ്ഫറിന് മാത്രമല്ല, നിങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം മിറർ ചെയ്ത് ക്യാമറ ഫോണിൽ നിന്നും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ GoPro Hero 7 or 8 യൂസ് ചെയ്തവരാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ വലിയ ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേയിലേക്ക് വരാം. ഇതാണ് ഇവിടെ ഫ്രഷായി ന്യൂ ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്പ്ലേയിൽ നമ്മൾക്ക് ഒരുപാട് റീഡിങ്സ് കാണാം, അതായത് ബാറ്ററി റിമൈനിങ് കാണാം. അതേപോലെ തന്നെ ഇത് ഫ്രണ്ട് ഡിസ്പ്ലേ ടച്ച് അല്ല, ബാക്ക് ഡിസ്പ്ലേ മാത്രമാണ് ടച്ച്. അതേപോലെ ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി കാണാം, പിന്നെ ഏത് മോഡിലാണ് ഇപ്പോൾ കറൻ്റ് ക്യാമറ ഉള്ളതെന്ന് കാണാം, പിന്നെ നമ്മളെ ലെൻസിൽ എന്താണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി അവിടെ കാണാം. ഫ്രണ്ട് ഡിസ്പ്ലേ നമുക്ക് ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ മോണോക്രോം മോഡാക്കാനും പറ്റും. സൈഡിലുള്ള മോഡ് ബട്ടൺസ് അമർത്തിയാൽ നമുക്ക് 3 മോഡാണ് കിട്ടുക: ടൈം ലാപ്സ്, വീഡിയോ ആൻഡ് ഫോട്ടോ. അതൊക്കെ പ്രറ്റി നോർമൽ, നമ്മൾ ഇതിനു മുമ്പുള്ള ഓൾഡർ വേർഷൻസിൽ കണ്ടതേ ഫീച്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത് ലീനിയർ മോഡാണ്. അതായത് ലീനിയർ മോഡിൽ ഹൊറിസോണ്ടൽ ലെവലിംഗ് എന്നൊരു മോഡാണ്. ഹൊറിസോണ്ടൽ ലെവലിംഗ് എന്താണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുമുണ്ടാകാം. നമുക്ക് ഒന്ന് ക്യുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ സെറ്റിങ്സ് നോക്കാം. അതായത് 5K മാക്സിമം നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഏറ്റവും കുറവ് 1080 പിക്സൽ മാക്സിമം 240 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇൻസ്റ്റയുടെ 360 1R. ആ ക്യാമറ നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻസ്റ്റ 360 1R ആണ് വിത്ത് 360 ലെൻസ്. നമുക്ക് ആ ബട്ടൺ നോക്കിയേ, എത്ര സിമിലർ ആണല്ലേ. ഓക്കെ, സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. പക്ഷേ ഇൻസ്റ്റ 360 1R ഇവിടെ വിത്ത് കേസേ യൂസ് ചെയ്യാൻ പറ്റൂ, വിത്തൗട്ട് കേസ് കഴിയില്ല. പക്ഷേ ഇവിടെ GoPro Hero 9 വിത്തൗട്ട് കേസ് തന്നെ വാട്ടർ പ്രൂഫാണ്, കേസ് ഒട്ടും നിർബന്ധവുമല്ല. എനിക്ക് രണ്ടിൻ്റെയും വീഡിയോ കമ്പാരിസൺ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരിക്കലും വീഡിയോ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റ 360 1R 360 ക്യാമറയാണ്, കുറച്ചുകൂടെ ഒരുപാട് ഫീച്ചേഴ്സ് അധികമുണ്ട്. അതുപോലെ തന്നെ Hero 9 360 മോഡില്ല. അതുകൊണ്ട് രണ്ടും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലല്ല രണ്ടുള്ളത്. പക്ഷേ ഇൻസ്റ്റ 360 1R അതായത് GoPro Hero 9 സെയിം പ്രൈസിൽ തന്നെ നമ്മൾക്കൊരു 4K ലെൻസും ഇൻസ്റ്റ 360 ലെൻസും അതുപോലെ തന്നെ ട്രൈപോഡും എല്ലാം വാങ്ങാൻ പറ്റും. കുറച്ച് ചീപ്പറാണ് വിത്ത് എക്സ്ട്രാ ലെൻസസ്. വെയിറ്റ് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ കുറച്ച് ഹെവി ആയിട്ട് തോന്നിയത് എനിക്ക് GoPro Hero 9 ആണ്. ബാറ്ററി 1720 mAh ആണ് GoPro വരുന്നത്, 1790 ആണ് ഇൻസ്റ്റ 360 1R വരുന്നത്. ഈ 360 ക്യാമറയുടെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GoPro Hero 9 4K വീഡിയോ സാമ്പിളാണ്. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ ബൈക്കിൻ്റെ ബാക്കിൽ ക്യാമറ ഹോൾഡ് ചെയ്യാണ്. Mic check 1 2 3. Mic check 1 2 3. You go free. Hello muka. എടാ എന്താടാ ഇത്രയും വൈഡാ? ഹായ് ഗൈസ്, ഇപ്പോൾ സൂപ്പർ വൈഡ് ആംഗിളിൽ 4K റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രൈപോഡൊന്നും കയ്യിലില്ല കേട്ടോ, ജസ്റ്റ് ഹാൻഡ് ഹെൽഡാണ്. അപ്പോൾ മൈക്ക് ടെസ്റ്റ് 1 2 3, മൈക്ക് ടെസ്റ്റ് 1 2 3. സൂപ്പർ വൈഡ് ആയതുകൊണ്ട് ഞാനൊക്കെ ആകെ എൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടില്ലേ. അപ്പോൾ ഓക്കെ, ജിമ്മിന് പോയിട്ട് വന്നതാ കേട്ടോ, തടിയൊക്കെ കുറക്കണം. അതാണ് പറ്റായിട്ടില്ല. 1 2 3 ആണോ നല്ലത്? ഇപ്പോൾ സൂപ്പർ വൈഡ് ആംഗിൾ മാറ്റി വൈഡ് ആക്കിയിട്ടുണ്ട്. അതായത് സൂപ്പർ മോഡല്ല, ജസ്റ്റ് വൈഡ് ആംഗിളിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ഇൻ 4K at 30 FPS. ഓക്കെ, എന്നാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലെവലിംഗ് നോക്കാം. GoPro Hero 9 അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡാണ് ഹൊറിസോണ്ടൽ ലെവലിംഗ്. അതായത് നമ്മൾ ഹൊറിസോണ്ടലി ക്യാമറ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിൾ വരെ ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ നോക്കിക്കോളും. അതായത് ആ സ്റ്റെബിലൈസേഷൻ ഒരു 1.5 ലെവൽ തന്നെയാണ്. ഒരു ഇംപ്രസീവ് ഫീച്ചർ തന്നെ എന്ന് പറയാം. നോയ്സ് ഡിറ്റക്ഷൻ്റെ സ്റ്റാറ്റസ് നമുക്കിപ്പോൾ കടലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അത് പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്, ആ കാറ്റ് അത്രയും കുറവുണ്ടാവും. എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നില്ലേ? ഞാൻ കേട്ടിട്ടില്ല, കേൾക്കാണ്ടാണ് ഈ പറയുന്നത്. നമ്മൾക്ക് എഡിറ്റിംഗ് ടൈം കാണാം, അതായത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വോയിസ് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ്സ് ഡൗൺ. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4Kയിലാണ്, സൂപ്പർ വൈഡ് ആംഗിളിലാണ്. Hero 7 ആയാലും 8 ആയാലും ഇപ്പോൾ 9 ആയാലും ഇൻഡോർ ഫുട്ടേജ് അല്ലെങ്കിൽ ലോ ലൈറ്റിൽ എനിക്ക് അത്ര ഇമ്പ്രസീവായി തോന്നിയില്ല. ഒരു ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ചവിട്ടി 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 പോയി കണ്ടാൽ ബിരിയാണി ബിരിയാണി എന്തിനാ ചവിട്ടുന്ന ബിരിയാണി കഴിക്കാനാ?
ലോ ലൈറ്റിൽ എപ്പോഴും ഗോപ്രോ ക്യാമറ അത്ര പെർഫോം ചെയ്യില്ല. പക്ഷേ ലോ ലൈറ്റ് അല്ലാത്ത സമയത്ത് ഗോപ്രോൻ്റെ അത്ര അടിപൊളി വേറെ ഒന്നും തന്നെ ഇല്ല. അതായത് 20 മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലോ മോഷൻ നമുക്ക് 1080 പിക്സൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെ പോകുന്നതാണ്. It was at this moment that he knew. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തികച്ചും ഫ്രീ ആണ്. അതേപോലെ എല്ലാ അടുത്ത വീഡിയോൻ്റെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.